വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ തനിനിറം കാട്ടിയിരിക്കുകയാണ്. ക്ഷേത്രം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത്. ക്ഷേത്രമുണ്ടെങ്കിൽ മാത്രമേ ആചാരവും വിശ്വാസവും ഉള്ളൂ. കാണിക്ക ഇടരുതെന്ന് പറയുന്നവർ ഒരു ഭാഗത്തും ക്ഷേത്രം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മറുഭാഗത്തും നിൽക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. ഇതാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പത്മകുമാർ പറഞ്ഞു വെക്കുന്നത്. അതേസമയം ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാർ വാർത്തകൾ നിറയുന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ മാറ്റങ്ങളൊന്നുമില്ലെന്നും സ്ത്രീകൾ വരുന്നതിനനുസരിച്ച് ഒരുക്കങ്ങൾ നടത്തുമെന്നും സമരങ്ങളൊന്നും കാര്യമാക്കുന്നില്ലെന്നും ജനങ്ങൾ അയ്യപ്പനൊപ്പമാണെന്നും പത്മകുമാർ അന്ന് വ്യക്തമാക്കിയിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തില്ല, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന രാജകുടുംബത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ല എന്നുമൊക്കെ അന്ന് പത്മകുമാർ തുറന്നടിച്ചിരുന്നു. ഇഷ്ടമുള്ള നിലപാടാണെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരോട് ഒന്നും പറയാനില്ല. കോടതി വിധി മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്നും സംസ്ഥാന കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നുമൊക്കെ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും അന്ന് വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയം ഏറെ ജനങ്ങളുടെ ഇടയിൽ കടന്നു വന്നതോടെയാണ് പത്മകുമാറും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ആദ്യം വിശ്വാസികളോടൊപ്പം നിന്ന പത്മകുമാർ പിന്നീട് തന്റെ നിലപാടുകൾ മാറ്റി സർക്കാരിനോടൊപ്പമായി. അതിനുശേഷം വീണ്ടും മറുകണ്ഠം ചാടി അദ്ദേഹം വിശ്വാസികളോടൊപ്പമാണെന്ന് കാണിച്ച് സർക്കാരിനെ എതിർപക്ഷത്ത് നിർത്തി. ഇപ്പോൾ എന്തായാലും അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ക്ഷേത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പത്തനംതിട്ടയിൽ ജയിക്കും, ക്ഷേത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പത്തനംതിട്ടയിൽ ജയിക്കും. അപ്പോൾ അതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഏത് മുന്നണിയിലേക്കാണെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇതിൽ ഇനി എന്തൊക്കെയാണ് കടന്നു വരാൻ പോകുന്ന പ്രതിസന്ധികളെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.